السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ആദരണീയരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, 97ാമത്തെ ജംഇന്റെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. വിഷയം ഇജ്തിഹാദാണല്ലോ ചർച്ച. അതിന്റെ ബാക്കി തുടരട്ടെ. അമ്മൽ മസ്അലത്തുല്ലത്തി ലാ ഖാതിഅ ഫീഹാ, ഒരു മസ്അല, ആ മസ്അലയിൽ ഖാതിഅ ഇല്ല, നസ്സോ ഇജ്മാ പോലത്തതില്ല, അങ്ങനത്തെ ഒരു മസ്അല. ആ മസ്അല എന്തിനാൽ? മിൻ മസാഇൽ ഫിഖ്, ഫിഖിന്റെ മസ്അലകളാൽ. അപ്പൊ ഫിഖിന്റെ മസ്അലകളിൽ ഖാതിഅയൊന്നുമില്ല, അങ്ങനത്തെ മസ്അല. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. വഖാല ഷെയ്ഖ് അബുൽ ഹസൻ അശ്അരി വൽ ഖാളി അബൂബക്കർ അൽ ബാഖില്ലാനി വ അബൂ യൂസുഫ് വ മുഹമ്മദ് സാഹിബ അബി ഹനീഫ വബിൻ സുറൈജ് എന്നിവർ പറയുന്നു. അപ്പൊ ഷെയ്ഖ് അബുൽ ഹസൻ അശ്അരി തങ്ങള്, ഖാളി അബുൽ ബാഖില്ലാനി, പിന്നെ അബൂ യൂസുഫ് മുഹമ്മദ്, ഇമാം അബു ഹനീഫ തങ്ങളുടെ ശിഷ്യന്മാരാണ് അവരും ഇബ്നു സുറൈജും പറയുന്നു, ഇങ്ങനത്തെ ഒരു മസ്അലയിൽ ഗവേഷണം നടത്തുന്ന ആൾ, കുല്ലു മുജ്തഹിദിൻ ഫീഹ, ഈ ഒരു മസ്അലയിൽ ഗവേഷണം ചെയ്യുന്ന എല്ലാവരും മുസീബുൻ, യഥാർത്ഥക്കാരാണ്. അവരൊക്കെ യഥാർത്ഥം എത്തിച്ചവരാണ്. കാരണം ഖാതി ഇല്ലല്ലോ അതിന്. അതുകൊണ്ട് അവരൊക്കെ ഗവേഷണം ചെയ്തിട്ട് എന്ത് കിട്ടി, അവരൊക്കെ യഥാർത്ഥക്കാരാണ്. സുമ്മ ഖാലൽ അവ്വലാനി, അത് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ രണ്ടാള് പറഞ്ഞു. ഏതേ ആദ്യത്തെ രണ്ടാള്? അഷേഖ് അബുൽ ഹസൻ അൽ അശ്അരിയും ഖാളി അബൂബക്കർ അൽ ബാഖില്ലാനിയും. ഇവർ രണ്ടുപേരും പറയുന്നു, ഹുക്കുമുല്ലാഹി ഫീഹ, അതിൽ ആ മസ്അലയിൽ അള്ളാഹുവിന്റെ വിധി, താബിഉൻ ലിളന്നിൽ മുജ്തഹിദി, ഗവേഷണം ചെയ്ത അയാൾ ഗവേഷണം ചെയ്തിട്ട് കിട്ടിയൊരു വിചാരം അയാൾക്കുണ്ട്. ആ വിചാരത്തോട് ലന്നിനോട് തുടർന്ന് വരുന്ന ഒന്നായിരിക്കും അള്ളാഹുവിന്റെ വിധി അതിൽ എന്നാണ് ഈ രണ്ട് പണ്ഡിതന്മാര് ആ ഗവേഷണത്തിന്റെ വിധിയെക്കുറിച്ച് പറയുന്നത്. ഫമാ വന്നഹു ഫീഹ മിനൽ ഹുക്മി, അപ്പൊ ഹുക്മിനാൽ അയാൾ ആ മസ്അലയിൽ എന്ത് വിചാരിച്ചുവോ അത് ഫഹു ഹുക്മുല്ലാഹി, അത് അള്ളാഹുവിന്റെ വിധിയാണ്. ഫീ ഹഖി, ഈ മുജ്തഹിദിന്റെ ഹഖിലും, വഹഖി മുഖല്ലിദിഹി, അയാളെ തഖ്ലീദ് ചെയ്തവന്റെ ഹഖിലും അള്ളാഹുവിന്റെ വിധി അതാകുന്നു. വഖാല സലാസത്തുൽ ബാഖിയത്തു, എങ്കിൽ ബാക്കി മൂന്നാള് പറയുന്നത്, അബൂ യൂസുഫ് മുഹമ്മദ് ഇബ്നു സുറൈജ് എന്നിവർ പറയുന്നു, ഹുനാക, അവിടത്തിലുണ്ട്, മാ, ഒന്നുണ്ട്, ഫീഹ ഐ ഫീഹ ഷൈഉൻ, അവിടത്തിൽ ഒന്നൊരു വസ്തു ഉണ്ട്. ലൗ ഹക്കമല്ലാഹു ഫീഹ, അതിലെങ്ങാനും അള്ളാഹു വിധിക്കുകയാണ് എങ്കിൽ ലകാന ബിഹി, ആ വസ്തുവുമായിട്ടാണ് ആ വിധി ബന്ധിക്കുക. അപ്പൊ ആ വസ്തു കൊണ്ടായിരിക്കും ആ വിധി ഉണ്ടാവുക. അങ്ങനത്തെ ഒരു വസ്തു അവിടെ ഉണ്ട്. ഒമിൻ സമ്മ, അക്കാരണത്തിന് വേണ്ടി ഖാലു, ആ മൂന്ന് പേരും പറഞ്ഞു, ഐദൻ വീണ്ടും, ഫമല്ലൻ യുസാദിഫു ദാലിക ഷൈഅ, ഇവരൊക്കെ പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരു മസ്അലയിൽ ഗവേഷണം ചെയ്താൽ അയാൾ മുസീബാണ്, യഥാർത്ഥം എത്തിച്ചു എന്നതുപോലെ ഈ പറഞ്ഞതിനോട് യഥാർത്ഥം എത്തിക്കാത്തവരിൽ അവർ മൂന്ന് പേരും പറഞ്ഞു, അസ്വാബ ഇജ്തിഹാദൻ, അവർ എന്ത് ചെയ്തു? ഇജ്തിഹാദിനെ എത്തിച്ചു. ലാ ഹുക്മൻ, ഹുക്മ എത്തിച്ചില്ല. വബദിദാൻ, തുടക്കത്തെ എത്തിച്ചു. ലന്ദിഹ, അറ്റത്തെ എത്തിച്ചില്ല. അപ്പൊ പരിശ്രമം ഉണ്ടായി, വിധി കിട്ടിയില്ല. തുടക്കമുണ്ടായി, അറ്റമായില്ല. ഇങ്ങനെയാണ് അവരെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഫഹുവ മുഖ്തിഉൻ ഹുക്മു വന്ദിഹൻ, അപ്പോൾ ഈ മുജ്തഹിദ് ഹുക്മൻ നിലക്കും അറ്റമാണ് എന്ന നിലയിലും പിഴച്ച ആളായി മാറി എന്നുള്ളതാണ് അവര് പറയുന്നത്. വസഹീഹു ബിഫാഖലിൽ ജുംഹൂരി, ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരോട് യോജിച്ചിട്ടുള്ള സഹിയായ അഭിപ്രായം, അന്നൽ മുസീബ ഫീഹ, ഈ മസ്അലയിൽ യഥാർത്ഥമായി എത്തിച്ചാള് വാഹിദ് ഒന്നേ ഉള്ളൂ, എല്ലാവരുമില്ല. വലില്ലാഹി തആല ഫീഹ, ആ ഒരു മസ്അലയിൽ അല്ലാഹു തആലാക്ക് ഹുക്മിന് വിധിയുണ്ട്. ഖബ്ലൽ ഇജ്തിഹാദി, ഇദ്ദേഹം ഗവേഷണം ചെയ്തെടുക്കുന്നതിന് മുമ്പ് തന്നെ ആ മസ്അലയിൽ അല്ലാഹുക്ക് വിധിയുണ്ട് താനും. അപ്പൊ പിന്നെ ഈ മസ്അലയിൽ യഥാർത്ഥത്തിൽ എത്തിച്ചാൽ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഖീല, പറയപ്പെട്ടിട്ടുണ്ട്, ലാ ദലീല അലൈഹി, അതിന്റെ മേൽ ലക്ഷ്യമില്ല. ഇജ്തിഹാദിന്റെ മുമ്പ് അല്ലാഹു തആലായുടെ വിധിയുണ്ടെന്നല്ലേ പറഞ്ഞു, അതിനുള്ള ലക്ഷ്യമില്ലല്ലോ.
ബൽ പിന്നെയോ ഹുവക്ക് ദഫീരി യുസാദിഫു മൻഷാ അല്ലാഹ്, അത് ആ സംഗതി ഉണ്ടല്ലോ ഹുക്മ് അതവിടെ മറക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. ആ മറക്കപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയെ അതിനോട് യോജിച്ചു വരുവാൻ അള്ളാഹു തആല ഉദ്ദേശിച്ചവർക്ക് തൗഫീഖ് കിട്ടി ഓര് കൊണ്ടുവന്നു. അത്രയും പറ്റി പറയാനുണ്ടോ? എങ്ങനത്തെ ദഫീർ എന്ന് ചോദിച്ചാൽ യുസാദിഫു, അതിനോട് യോജിക്കും മൻഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ചവർ യോജിക്കും. അപ്പൊ അള്ളാഹു തആല ഇഷ്ടപ്പെട്ട ആളെടുത്തിട്ട് അത് കണ്ടെത്തുവാനുള്ള കഴിവൊക്കെ കൊടുത്ത് അയാൾ കണ്ടെത്തും. അങ്ങനത്തെ ആളുകൾക്ക് കണ്ടെത്താൻ പറ്റുന്നൊരു വിധി മറക്കപ്പെട്ടതായി കിടക്കുകയായിരുന്നു എന്നാണ് ഈലക്കാര് പറയുന്നത്. വസ്സഹീഹു, ബലപ്പെട്ട അഭിപ്രായം പറയുന്നത് അന്ന അലൈഹി അമാറത്തൻ, അതിന്റെ മേലിൽ എന്തുണ്ടായിരുന്നു? അടയാളമുണ്ടായിരുന്നു എന്നാ. അതിന്റെ മേൽ അടയാളമുണ്ട് എന്നാണ് അവിടെ സഹീഹ്. ദലീലില്ലാന്ന് പറഞ്ഞതല്ല, അവിടെ അടയാളമുണ്ട്. വഅന്നഹു അയൽ മുജ്തഹിദ്, ഈ മുജ്തഹിദ് ഉണ്ടല്ലോ മുക്കല്ലം ബി ഇസാബത്തിഹി, ഹുക്മിനെ എത്തിക്കൽ കൊണ്ട് കൽപ്പിക്കപ്പെട്ട ആളാണ്. എന്തുകൊണ്ട്? ഇംകാനിഹ, ആ ഇസാബത്ത് സൗകര്യമായതുകൊണ്ട്. അപ്പൊ അയാൾ ചെയ്യണം. വക്കീല, പറയപ്പെട്ടിട്ടുണ്ട് ഇല്ല അത് തെക്കിലിഫില്ല അയാൾക്ക്. കാരണം അത് ആകെ മറഞ്ഞു കിടക്കുകയല്ലേ, പിന്നെന്ത് തെക്കിലിഫ? അപ്പൊ അതുകൊണ്ട് ഇല്ല എന്നാണ് കീല പറയുന്നത്. അപ്പൊ ഗവേഷണ യോഗ്യനായ ഗവേഷണം ചെയ്തോളണം. ആ ഹുക്മിനെ എത്തിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടെങ്കിൽ ചെയ്തോളണം എന്നർത്ഥം. വഇന്ന മുഖ്തിഅഹു, നിശ്ചയമായിട്ടും ഇജ്തിഹാദിൽ പഴച്ച ആള് ലാ യഅ്സമു, കുറ്റക്കാരനാവുകയില്ല. ബൽ പിന്നെ യുജറു, അയാൾക്ക് കൂലി കിട്ടും. എന്തുകൊണ്ട്? ലിബദിലിഹി വുസ്അഹു ഫി ത്വലബിഹി, ആ വിധിയെ തോടുന്ന കാര്യത്തിൽ അയാളുടെ പരമാവധി ആണ് കഴിവ് ഉപയോഗിച്ചില്ലേ, ആ അധ്വാനന്റെ ഫലം അല്ലാഹു തആല കൊടുക്കും. യഥാർത്ഥത്തിൽ അയാൾ എത്തിച്ചിട്ടില്ലെങ്കിൽ കുറ്റമല്ല. വക്കീല, അവിടെ പറയുന്ന അഭിപ്രായം യഅ്സമു, അയാൾ കുറ്റക്കാരനാകുമെന്ന. എന്തുകൊണ്ട്? ആദ്മി ഇസാബത്തിൽ മുക്കല്ലഫി ബിഹ, അത് എത്തിക്കണം എന്നതുകൊണ്ട് അയാളുടെ കൽപ്പനയുണ്ട്. ആ കൽപ്പനയുള്ളത് ആ ഇസാബത്തോടെ കിട്ടിയില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് കുറ്റക്കാരനാകും എന്ന് കീല. അമൽ ജുസിയ്യത്തുല്ലത്തി ഫിയ ഖാതിഉൻ, ഇനി നെസ് പോലോത്തതായ ഖത്ത് ഉള്ളതായ ജുസിയായ മസ്അല എല്ലാത്തരുമില്ല, പിന്നെന്താണ് സംശയിച്ചിട്ട അങ്ങനത്തെ ചില മസ്അലയുണ്ടാകും. അതിൽ ഖാത്തി ആണ് താനും. നസ് ഇജ്മാ പോലോത്തതായ ഖാത്തിയായ തെളിവ് അതിലുണ്ട്. അങ്ങനത്തെ ജുസിയായ മസ്അല വഖ്തുലിഫ ഫീഹ, ആ മസ്അലയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും. എന്തുകൊണ്ട്? ലിഅദ്മിൽ വഖൂഫി അലൈഹി, ആ ഖാത്തിഇന്റെ മേൽ അത് നിൽക്കണില്ല. ഖാത്തിഇന്റെ മേൽ വഖൂഫില്ലാത്തത് കൊണ്ട് ഈ മസ്അല അഭിപ്രായ ഭിന്നത വന്നു. വാസ്തവത്തിൽ അതിൽ ഖാത്തി ഉണ്ട് താനും. അങ്ങനത്തെ ജുസിയായ ഒരു മസ്അല ഫൽ മുസീബു ഫീഹ, അതിൽ ഗവേഷണം ചെയ്തിട്ട് എത്തിച്ച ആള് വാഹിദൻ, ഒരാളെ ഉണ്ടാവുകയുള്ളൂ, എല്ലാവരും ഇല്ല. വിഫാഖൻ, അത് യോജിപ്പിച്ചിട്ട് തന്നെ പറയണം. ഇത്തിഫാഖാണ്, ആരും അവിടെ അഭിപ്രായമില്ല. വഹുവമം വാഫഖ ദാലിക്കൽ ഖാത്തിയ, ഇവൻ എന്തായി ആ ഖാത്തിയനോട് യോജിച്ചു വന്നു, അതുകൊണ്ട് ഇയാൾ യഥാർത്ഥക്കാരനായി. എങ്കിൽ വക്കീല, പറയപ്പെട്ടിട്ടുണ്ട് അലൽ ഖിലാഫി, ഇവിടെ അഭിപ്രായ ഭിന്നതയുണ്ട്. ഫീമാ ലാ ഖാത്തിയ ഫീഹ, പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഖാത്തിയ ഇല്ലാത്തൊരു മസ്അലയുടെ അഭിപ്രായം അതിവിടെ വരും. വാസ്തവത്തിൽ ബഈദുൻ, അത് വിദൂരത്താണ് ഇവിടെ വരുന്ന പറഞ്ഞത് വിദൂരത്താണ്. വലാ യഅ്സമുൽ മുഖ്തിഉ ഫീഹ, ആ ജുസിയായ മസ്അലയിൽ ഗവേഷണം ചെയ്തിട്ട് പഴച്ചാൾ കുറ്റക്കാരനോ ഇല്ല. ബിനാഅൻ അലാ അന്നൽ മുസീബ വാഹിദുൻ, യഥാർത്ഥമുള്ള ആൾ ഒരാളല്ലുള്ളൂ. അതിന്റെ പേരെടുക്കുമ്പോ അതിൽ പിഴച്ചാൾ കുറ്റക്കാരനാകൂല എന്ന് വരും. അനല്ലാ സ്വഹീഹ്, ബലപ്പെട്ട അഭിപ്രായ പ്രകാരം. എന്തുകൊണ്ട്? ലിമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഖുവ്വത്തിൽ മുഖാബല, പിന്നെ അസഖ് എന്ന് പറയുമ്പോ മുഖാബല എന്താ, ഒരു ശക്തി ഉണ്ടാവും. ആ ശക്തി ഉള്ളത് കൊണ്ടാണ് ഹുന ഇവിടത്തിൽ അബ്ബറബിൽ അസഖി, മുസന്നിഫ് അസഖ് എന്നുള്ള ഇബാറത്തിട്ടത്. അപ്പൊ ഖുവ്വത്ത് ഉണ്ടാവുമ്പോ അസഖിന്റെ മുഖാബല ശരിയായിട്ട് വരും, സഹീന്റെ മുഖാബല ശരിയാകൂല, അള്ളാഹിഫായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കോലങ്ങൾ. ഇനി ഗവേഷണം ചെയ്യാൻ കഴിവുണ്ടായിട്ട് അയാളുടെ ഗവേഷണത്തിൽ അയാൾ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞാൽ ഗവേഷണം ചെയ്തില്ല. അയാൾ ഗവേഷണം ചെയ്താൽ ഇരുന്നാൽ എന്താവും? ആസിമ, അയാൾ കുറ്റക്കാരനായി. വിഫാഖൻ, യോജിച്ചതിന് വേണ്ടി യോജിച്ചുകൊണ്ടുള്ള അഭിപ്രായമാണ് ഈ പറയുന്നത്. എന്തുകൊണ്ട്? ഇനി തർക്കീൽ വാജിബ അലൈഹി, അയാളുടെ മേൽ നിർബന്ധമായ കാര്യം അയാൾ ഉപേക്ഷിച്ചു, അതുകൊണ്ട് കുറ്റക്കാരനായി.
എന്താ അയാൾക്ക് നിർബന്ധമായ കാര്യം മിംബദ്രിഹി വുസ്അഹു ഫീഹി, ആ ഇജ്തിഹാദിൽ അയാളുടെ കഴിവ് അയാൾ ഉപയോഗിക്കണം. അതയാൾ ചെയ്തില്ല, അതുകൊണ്ട് അയാൾ കുറ്റക്കാരനാകും. മസ്അലത്തുൻ, ഇനി മറ്റൊരു മസ്അല. ലാ യൻഖദുൽ ഹുക്മു ബിൽ ഇജ്തിഹാദിയാതി, ഗവേഷണം ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളിലൊക്കെ ഗവേഷണം ചെയ്തിട്ട് വിധി കണ്ടെത്തി. എന്നാൽ അത്തരം ഗവേഷണങ്ങളിൽ കിട്ടിയ വിധി പൊളിഞ്ഞു പോവുക ഇല്ല. ലാ മിനൽ ഹാക്കിമി ബിഹി വലാ മിൻ ഗൈരിഹി, ആ ഹുക്മ കൊണ്ട് വിധിച്ച ആളിൽ നിന്നും അല്ലാത്ത ആളിൽ നിന്നും എന്താവുകയില്ല, ഹുക്മ പൊളിഞ്ഞു പോവുകയില്ല. അതെങ്ങനെ? ബിഅൻ ഖതലബൽ ഇജ്തിഹാദു, ഇജ്തിഹാദ് വിഭിന്നമായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കണ്ടതല്ല, പിന്നെ ഗവേഷണം ചെയ്തൊക്കെ നേരെ തിരിച്ചു വന്നു, എന്നാൽ ആദ്യത്തെ ഇജ്തിഹാദ് പൊളിയോ ഇല്ല. വിഫാഖൻ, യോജിച്ചുകൊണ്ട് തന്നെ പറയുന്നത് വിത്തിഫാഖാണ്. ഇത് ലോ ജാസ നഖ്ലുഹു, അത് പൊളിയുമെന്ന് വന്നാൽ ല ജാസ നഖ്ലുൻ നഖ്ലി, എന്നാൽ എതിന്റെ എതിര് പൊളിയിൽ വരും. വഹലുമ്മ, അങ്ങനെ അങ്ങ് പോകും. ഇപ്പൊ ഒരു വിധി കണ്ടെത്തി, വേറെ സമയത്ത് ഇജ്തിഹാദ് ചെയ്തപ്പോ വേറെ വിധി കണ്ടു, എന്നാൽ ആ വിധി ഇതിനെ പൊളിക്കുമെന്ന് പറഞ്ഞാൽ ഇനി അതിനെതിരെ മറ്റൊന്ന് കണ്ട് അങ്ങനെ അങ്ങനെയാണ് പോകും. പോയി 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 അവസാനം അവിടെ എത്തും. തർക്കങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് വിട്ടുപിരിക്കുവാൻ വേണ്ടി ഒരു വിധികർത്താവിനെ നാട്ടി നിശ്ചയിക്കും. അങ്ങനെ ഒരു വിധികർത്താവിനെ നിശ്ചയിക്കുക എന്ന ഗുണം തന്നെ നഷ്ടപ്പെട്ടു പോകൂലേ? അപ്പൊ അതുകൊണ്ട് ഒരു ഇജ്തിഹാദ് ചെയ്തിട്ട് മറ്റൊരു ഇജ്തിഹാദിൽ പേച്ചിന് വിധി മാറി കിട്ടിയെങ്കിൽ ആദ്യത്തെ വിധി പൊളിഞ്ഞു പോകുന്നില്ല. വഇൻ ഖാലഫൽ ഹുക്മു, ഇനി വിധി എന്താ എതിരായാല് നസ്സൻ നൽകോ ഔ ലാഹിറൻ ജലിയൻ, ജലിയായ ലാഹിറായ നിലക്കോ അല്ലെങ്കിൽ നസ്സൻ നൽകോ വിധി എതിരായി. ജലിയൻ നില്ലോടത്തോലോ ഖിയാസൻ, അത് ഖിയാസ് ജലിയായാലും വേണ്ടില്ല എതിരായാൽ. വഹുവ ജലിയും ഖിയാസ് എന്ന് പറഞ്ഞുകൊടുത്താൽ ഖിയാസു ജലിയും, ജലിയായ ഖിയാസി എന്നതാണ് ഓരോ ഖിയാസൻ എന്ന് പറയുന്നത്. ആ ജലിയായ ഖിയാസായാൽ പോലും ലാഹിറിനോടോ നസ്സിനോടോ ഹുക്കുമെതിരായി വന്നാൽ ആ ഹുക്കുമിനെ പൊളിക്കപ്പെടുന്നതാണ്. എന്തുകൊണ്ട്? ദലീൽ മദ്കൂരി, നസ് ലാഹിർ ഇതുപോലത്തതിനോട് എന്തായി ആ ഹുക്കുമ് എതിരായി വന്നില്ലേ, അതുകൊണ്ട് ആ ഹുക്കുമിനെ പൊളിക്കപ്പെടുന്നതാണ്. ഔ ഹക്കമ ഹാക്കിമുൻ, ഒരു വിധികർത്താവ് വിധിച്ചു ബിഖിലാഫി ഇജ്തിഹാദിഹി, അവന്റെ ഗവേഷണത്തിന് നേരെതിരായിക്കൊണ്ട് വിധിച്ചു. ഗവേഷണം ചെയ്ത് കിട്ടിയത് വേറെ, എന്നിട്ട് നേരെതിര് വിധിയും. അതെങ്ങനെ ചോദിച്ചാൽ കല്ലത വയറുഹു, മറ്റൊരു ഇമാമിനെ ഇയാൾ തഖ്ലീദ് ചെയ്യുക എങ്കിൽ നുഖില ഹുക്കുമുഹു, ഇയാളെ ഹുക്കും ഇവിടെ പൊളിക്കപ്പെടുന്നതാണ്. ഇയാൾ ഗവേഷണം ചെയ്തിട്ടുണ്ട്, ഗവേഷണം ചെയ്തിട്ട് അതിന് നേരെ എതിർ ഇയാൾ വിരിക്കുക. ആ വിരിക്കലെങ്ങനെ ചോദിച്ചാൽ വേറൊരു ഇമാമിനെ അയാൾ തഖ്ലീദ് ചെയ്തു. അങ്ങനെ തഖ്ലീദ് ചെയ്യുമ്പോൾ ആ ഇമാമിന്റെ വിധി അയാൾ നടപ്പാക്കിയത്, ഇയാൾ ഗവേഷണം ചെയ്ത വിധിയല്ല. ഇങ്ങനെ വരുമ്പോ അയാൾ വിധിച്ച വിധി പൊളിച്ചുവിടും. എന്തുകൊണ്ട്? ഇനി മുഖാലബത്തിഹി, അയാളെ ഇജ്തിഹാദി എതിരാണ്. ഇജ്തിഹാദി ഇയാളെ മുഖാലബത്തിഹി, ഈ ഹാക്കിം എതിരായി. ഇജ്തിഹാദിഹി, അയാളുടെ ഇജ്തിഹാദിനോട് ഇയാൾ എതിരായില്ലേ, അതും വംതിനായി തഖ്ലീദിഹി, ഇയാൾക്ക് കഴിവുണ്ടായിരിക്കെ ഫീമജിത്തഹദഫീഹി, ഇയാൾ ഗവേഷണം ചെയ്ത കാര്യത്തിൽ മറ്റൊരാളെ തഖ്ലീദ് ചെയ്യാനും പാടില്ല. അത് തഖ്ലീദ് ചെയ്തു, വേണ്ടാത്ത പണിയൊക്കെ എടുത്തു, വേണ്ടാത്ത പണിയെടുത്തു, എതിരാവും ചെയ്തു. ഈ രണ്ട് കാരണം കൊണ്ട് അയാൾ വിധിച്ച വിധി നടപ്പാകുകയില്ല, പൊളിച്ചുവിടും, അത് അംഗീകരിക്കൂല. ഇനി ഔ ഹക്കമ ഹാക്കിമുൻ, ഇങ്ങൊരു വിധി കർത്താവ് വിധിച്ചാല് ബിഖിലാഫി നസ്സി ഇമാമിഹി, അദ്ദേഹത്തിന്റെ ഇമാമിന്റെ നെസ്സിന് എതിരുകൊണ്ടാ വിധിച്ചത്. ഗൈറ മുഖല്ലിദിൻ ഗൈറ, മറ്റൊരു ഇമാമിങ്ങളെ തഖ്ലീദ് ചെയ്യാത്ത വിധം, മറ്റ് ഇമാമികൾ ഒന്നും തഖ്ലീദ് ചെയ്തില്ല, ആ തഖ്ലീദ് ചെയ്യാത്ത വിധത്തിൽ ഇവന്റെ സ്വന്തം മദ്ഹബിലെ ഇമാമിന്റെ നെസ്സിന് എതിരുകൊണ്ട് ഹാക്കിം വിധിച്ചു. ഹൈസി യജൂസു, അതായത് തഖ്ലീദ് ചെയ്യാൻ പറ്റുന്നിടത്ത് തഖ്ലീദ് ചെയ്തില്ല. ലി മുഖല്ലിദി ഇമാമിൻ തഖ്ലീദു ഗൈരിഹി, ഇമാമിനെ തഖ്ലീദ് ചെയ്യുന്ന ആക്കുണ്ട്. തഖ്ലീദ് ഗൈരിഹി, മറ്റ് ഒരാളെ തഖ്ലീദ് ചെയ്യാൻ പറ്റുന്നിടത്ത് തഖ്ലീദ് ചെയ്യാതെയാണ് ഇമാമിന്റെ നെസ്സിന് എതിൽ വിധിച്ചത്. ബി അല്ലൻ യുഖല്ലിദ ബി ഹുക്മി അഹദൻ, അവൻ വിധിച്ചതായ ഒരു വിധി ഒരാളെ തഖ്ലീദ് ചെയ്തില്ല, എന്ത് ചെയ്യാത്ത രൂപത്തിലാണ് വരിക. ഈ രൂപത്തിൽ വിധിച്ചാൽ ലിസ്തിഖ്ലാലി ഫീഹി ബിറൈഹി, എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അവന്റെ സ്വന്തം അഭിപ്രായ പ്രകാരം അതിൽ അവൻ തനിച്ചു നിന്നു, അതുകൊണ്ടാണ് മറ്റൊരാളെ തഖ്ലീദ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അവ കല്ലത ഫീഹി, ആ മസ്അലയിൽ അവൻ തഖ്ലീദ് ചെയ്തു ആ വിധിയിൽ, ഗൈറ ഇമാമി, അവന്റെ ഇമാമിനെ അല്ല തഖ്ലീദ് ചെയ്ത് മറ്റൊരു ഇമാമിനെയാണ്.
ബിഹൈസ് യംതനിയു തഖ്രീദുഹു, മറ്റൊരാളെ തഖ്രീർ ചെയ്യാൻ പാടില്ലാത്ത ഇടത്ത് ഇയാൾ തഖ്രീർ ചെയ്തു, പറ്റുന്നിടത്ത് തഖ്രീർ ചെയ്തതുമില്ല. ഈ രണ്ട് കോലത്തിൽ വന്നാൽ അങ്ങനെ വിധിക്കുകയാണ് എങ്കിൽ എന്താണ് അവിടെ മസ്അല സയത്തിവയാണ് ധാരിക്ക. മറ്റൊരാളെ ഇയാൾക്ക് കഴിവുണ്ടായി ഇയാളെ ഇമാമിനെ തഖ്രീർ ചെയ്യാതെ മറ്റൊരു ഇമാമിനെ തഖ്രീർ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചുള്ളൊക്കെ വ്യാഖ്യാനങ്ങൾ ശേഷം വരുന്നുണ്ട്, അവിടുന്ന് പഠിക്കാം. ചുരുക്കി പറയുക, ഈ രീതിയിലാണ് വിധിച്ചാൽ, അതായത് അയാളെ ഇമാമിന്റെ നെസ്സിനെതിരെ വിധിച്ചു, അയാളെ ഇമാമിനെ തഖ്രീർ ചെയ്യാതെ മറ്റൊരു ഇമാമിനെ തഖ്രീർ ചെയ്തില്ല, തഖ്രീർ ചെയ്യാൻ പറ്റുന്നിടത്ത് ഇങ്ങനെ വന്നാൽ നുഖില ഹുക്മുഹു, ഇയാളെ വിധി നടപ്പാവുകയില്ല, പൊളിച്ചുവിടും. എന്തുകൊണ്ട്? ലിമുഖാലഫത്തിഹി, അയാളെതിരായി, ലിനസ് ഇമാമിഹി, അയാളെ ഇമാമിന്റെ നെസ്സിനോട് ഇയാളെതിരായി. അല്ലതി എങ്ങനത്തെ നെസ്സുഹു വഫി ഹഖിഹി, ആ നെസ്സാണ് ഇദ്ദേഹത്തിന്റെ ഹക്കിൽ എന്നിരിക്കെ ആ ഹക്കിന് ഹക്കായിരിക്കുന്ന നെസ്സിനോട് എതിരായി വന്നു. എന്തുകൊണ്ടാണ് ഇയാളെ ഹക്കിൽ അത് നെസ് അത് ഹക്കാണെന്ന് യഥാർത്ഥമാണ്, ഇയാളെ ഹക്കിൽ അതാണ് നെസ് എന്ന് പറയാൻ കാരണം തഖ്ലീദഹു, ആ ഇമാമിനെ തഖ്ലീദ് ഇയാളെ ഏറ്റെടുത്തു, അതുകൊണ്ട് അപ്പൊ അയാൾ ഇമാമിനെ ഏറ്റെടുത്തില്ല. ഗവേഷണ യോഗ്യനായ പണ്ഡിതന്റെ ഹക്കിൽ ദലീലുള്ളതുപോലെ തന്നെ ഈ ഇമാമിനെ തഖ്ലീദ് ചെയ്യുക എന്നുള്ളത് ഇവൻ ഏറ്റെടുത്തതല്ലേ. ആ ഏറ്റെടുത്തുനിന്ന് വെക്കുമ്പോൾ ഇമാമിനെ നെസ്സിന് എതിരായി വിധിക്കാൻ പറ്റുമോ? പറ്റില്ല, എതിരായി വിധിച്ചു, അപ്പൊ വിധി നടപ്പാവുകയില്ല. അമ്മ ഇദാ ഖല്ലദ ഫീ ഹുക്മിഹി ഗൈറ ഇമാമിഹി ഹൈസു യജൂസു തഖ്ലീദുഹു, തഖ്ലീദ് ചെയ്യാൻ പറ്റുന്നിടത്ത് മറ്റൊരു ഇമാമിനെ അവൻ എന്തായി തഖ്ലീദ് ചെയ്താൽ തഖ്ലീദ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റുന്നിടത്ത് മറ്റൊരു ഇമാമിനെ ഇവന്റെ വിധിയിൽ അവൻ തഖ്ലീദ് ചെയ്താലോ ഫലാ യുൻഖദു ഹുക്മുഹു, അപ്പോൾ അവൻ വിധിച്ച വിധിയെ എന്താക്കുകയില്ല, പൊളിക്കപ്പെടുകയില്ല. കാരണം അന്നഹു നിശ്ചയമായിട്ടും ഈ ഹാക്കിമ് ലിഅദാലത്തിഹി, അവൻ നീതി ഉണ്ടായതുകൊണ്ട്, ഇന്നമാ ഹക്കമ ബിഹി, നിശ്ചയമായിട്ടും അതുകൊണ്ട് അവൻ വിധിച്ചു, ലിറുജ്ഹാനി ഇൻദഹു, അത് അവന്റെ അടുക്കൽ റാജി ആയതുകൊണ്ട് വിധിച്ചതല്ലേ, ഇയാൾ നീതിമാനുമല്ലേ. അപ്പൊ അതുകൊണ്ട് മറ്റൊരാളെ തഖ്ലീദ് ചെയ്തുകൊണ്ട് വിധിച്ചാൽ ആ വിധി എന്താകൂല, കുഴപ്പമില്ല, അത് വിളിക്കപ്പെടുകയില്ല എന്നാണ്. വലോ തസവ്വജ ബിഗൈരി വലിയിൻ, ഒരു പെണ്ണിനെ വലിയില്ലാതെ ഒരാൾ നിക്കാഹ് കഴിച്ചാൽ സ്വയം ബിഇജ്തിഹാദിൻ മിൻഹു, അയാളിൽ നിന്നുള്ള ഗവേഷണ പ്രകാരമാണ് വലിയില്ലാതെ കല്യാണം കഴിച്ചത്. യുസഹിഹു, അങ്ങനെ അയാൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിക്കിട്ടി ഇജ്തിഹാദ് കൊണ്ട്, ആ നിലപാട് വെച്ചുകൊണ്ട് വിവാഹം ചെയ്തു. സുമ്മ തഗയ്യറ ഇജ്തിഹാദു ഇലാ ബുത്ലാനിഹി, പിന്നീട് അയാൾ ഗവേഷണം ചെയ്തപ്പോൾ ഗവേഷണത്തിൽ മാറിക്കിട്ടി. ആദ്യം ചെയ്ത ഗവേഷണമല്ല ഇപ്പോഴത്തെ ഗവേഷണം മാറി വന്നു. എന്താണത്? ബുത്ലാനിലേക്കാണ് അയാളെ ഗവേഷണം ചെന്നെത്തിയത്. വലിയില്ലാത്ത നിക്കാഹ് ശരിയാകൂല എന്ന് രണ്ടാമത്തെ ഇജ്തിഹാദ് കിട്ടി. ഇങ്ങനെ വരികയാണ് എങ്കിൽ ഫല്ലസഹു, ബലപ്പെട്ട അഭിപ്രായം തഹരീമുഹാ അലൈഹി, എന്നാ പെണ്ണ് ഇവന്റെ മേൽ ഹറാമാണ്. എന്തുകൊണ്ട്? വന്നി അൽ ആൻ, ഇപ്പോൾ അവൻ വിചാരിച്ചു പോയല്ലോ അൽ ബുത്ലാന, ഇത് ബാത്തിലാണെന്ന്, അപ്പൊ ഇത് പറ്റൂല. വക്കീല, പറയപ്പെട്ടിട്ടുണ്ട്, ലാ യഹ്റുമു, ഹറാമാകൂല, ഇദാ ഹക്കമ ഹാക്കിം ബിസിഖത്തി, അത് ശരിയാണ് എന്നതുകൊണ്ട് ഒരു വിധികർത്താവ് വിധിച്ചാൽ ഹറാമില്ല എന്നാണ്. വകദാ, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അൽ മുഖല്ലിദു, ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്ത ആളും. എങ്ങനത്തെ ആൾ? യതഗയ്യർ ഇജ്തിഹാദ് ഇമാമിഹി, അയാളുടെ ഇമാമിന്റെ ഇജ്തിഹാദ് തഗയ്യുറായി വന്നാലും ഇങ്ങനെ തന്നെ ഫീമാ ദുക്കിറ, പറയപ്പെട്ടതിൽ, ഫഹുക്മുഹു, അപ്പോൾ ഈ മുഖല്ലിദിന്റെ ഹുക്മ് കഹുക്മിഹി, ആ ഇജ്തിഹാദ് ചെയ്ത ഇമാമിന്റെ ഹുക്മ് പോലെയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വലിയില്ലാതെ നിക്കാഹ് ശരിയാവുക എന്ന് ആൾ ഗവേഷണം ചെയ്ത് കിട്ടി. രണ്ടാമത് അയാൾ ഇജ്തിഹാദ് തിരുത്തി, അത് ബാത്തിലാണ് എന്ന്. എന്നാ പെണ്ണ് ഹറാമെന്നല്ലേ പറഞ്ഞ് പൊളിഞ്ഞതല്ലേ അർത്ഥം എന്നതുപോലെ തന്നെ മുഖല്ലിദിന്റെ അവസ്ഥയും, ആളെ ഇമാമിന്റെ ഇജ്തിഹാദ് തിരിച്ചു വന്നാൽ എന്താണ് അവിടെ വിധിയെങ്കിൽ ആ ഇമാമിന്റെ അതേ വിധിയായിരിക്കും മുഖല്ലിദിനുണ്ടാവുക. ഇജ്തിഹാദു ബഅദൽ ഇഫ്താഇ, ഫത്വ കൊടുത്തതിന് ശേഷം പിന്നെ ഗവേഷണം ചെയ്തിട്ട് വ്യത്യാസം വന്നാലോ, മുസ്തഫ്തിയ ബിതഗയ്യുരിഹി, ഞാൻ ആദ്യം പറഞ്ഞതല്ല ശരി, രണ്ടാമത് ഞാൻ ഗവേഷണം ചെയ്ത് നോക്കുമ്പോൾ അത് മാറിയിട്ടുണ്ട് എന്നതുകൊണ്ട് ഫത്വ തേടി വന്ന ആൾക്ക് അറിയിച്ചു കൊടുക്കണം. എന്തിനാണത്? ലിയക്കുഫാനിൽ അമലിനെ തൊട്ട് ഇയാൾ തടയാൻ വേണ്ടി, അവർ ചെയ്യാതിരിക്കാൻ വേണ്ടി. ഇല്ലം യക്കുൻ അമലുൻ,
അമല് ഉണ്ടായിട്ടില്ലെങ്കിൽ, അവിടെ അമൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ആ അമലിനെ തൊട്ട് തടയാൻ വേണ്ടിയിട്ടാണ് ആ വിവരം അറിയിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത്. വലാ യൻഖദു മഅമൂലുഹു ഇൻ അമില. ഇനി ആദ്യത്തെ ആ ഫത്വ കൊടുത്തതനുസരിച്ച് കൊണ്ട് ആ മുസ്തഫ്തി അമൽ ചെയ്തു. ആ അമൽ ചെയ്ത് കഴിഞ്ഞാൽ മഅമൂൽ ഉണ്ടല്ലോ, എന്നാ ഞാൻ മഅമൂൽ പൊളിഞ്ഞു പോവോ? ഇല്ല. എന്തുകൊണ്ട്? ആ അമൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ ഗവേഷണം ചെയ്തിട്ട് പറഞ്ഞത് ഞാൻ തന്ന ഫത്വ മാച്ച് കിട്ടോ, അതല്ല ശരി എന്ന് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഇയാൾ അമൽ ചെയ്തു. ഞാൻ അമൽ പൊളിഞ്ഞു പോവാ? ഇല്ല. കാരണം ഒരു ഇജ്തിഹാദ് കൊണ്ട് മറ്റൊരു ഇജ്തിഹാദിനെ ലാ യുങ്കദു പൊളിക്കപ്പെടുക അല്ലെങ്കിൽ പൊളിഞ്ഞു പോകൂല. അതുകൊണ്ട് തന്നെ വലാ യഗ്മറുൽ മുജ്തഹിദു തലഫ. ഇനി നശിച്ചു, ഫത്വ കൊടുത്തു ഇഫ്തായി, അദ്ദേഹത്തിന്റെ ഫത്വ കൊണ്ട് എന്തായെന്നറിയാമോ? സാധനം നശിച്ചുപോയി. ബിഇത്ലാഫി, അവൻ നശിപ്പിക്കൽ കൊണ്ടാണ് ഫത്വ കൊടുത്തത്. അവൻ നശിപ്പിക്കണം എന്നതുകൊണ്ടാ. അങ്ങനെ നശിപ്പിക്കണം എന്നതുകൊണ്ട് ഫത്വ കൊടുത്തു. ആ ഫത്വ കൊണ്ട് സാറ് നശിപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെ നശിപ്പിച്ചാൽ മുജ്തഹിദ് അതിന് ഉത്തരവാദിയാകുമോ? എപ്പോ? ഇൻ തഗയ്യറ ഇജ്തിഹാദുഹു ഇലാ അദ്മി ഇത്ലാഫി. അതിനെ നശിപ്പിക്കൽ ഇല്ല എന്നതിലേക്ക് രണ്ടാമത് അയാൾ ഗവേഷണം ചെയ്തപ്പോൾ ചെന്നെത്തി. ആദ്യത്തെ ഗവേഷണം കൊണ്ട് എന്ത് ചെയ്തു? ഫത്വ കൊടുത്തത് നീ പോയി നശിപ്പിക്കാൻ സാധനം വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ട് നശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അയാൾ ഗവേഷണം ചെയ്തപ്പോ നശിപ്പിക്കാൻ പാടില്ല എന്ന് കിട്ടിയത്. എന്നാ നശിപ്പിച്ചതിന് പകരം ഈ മുജ്തഹിദ് അയാൾ ഉത്തരവാദിയാകുമോ? ലാ, ഇല്ല, ഉത്തരവാദിയാകൂല. ലാലി ഖാത്തിഇൻ, ഒരു ഖാത്തിഉള്ള് ഉണ്ടായതിനു വേണ്ടിയല്ല. ഖാത്തി ഉണ്ടെങ്കിൽ ഉത്തരവാദിയാവും. ലിഅന്നഹു മഅദൂറുൻ, അപ്പോൾ അവിടെ കാരണം നൽകപ്പെട്ടവനാണ്. ബിഖിലാഫി മാ ഇദാ തഗയ്യറ ഖാത്തിഇൻ, ഇവിടെ ഉത്തരവാദിയാകൂല എന്ന് കൊണ്ട് എതിരുണ്ട്. ബിഖിലാഫി മാ ഇദാ തഗയ്യറ ലിഖാത്തിഇൻ, ഈ ഇജ്തിഹാദിന്റെ തഗയ്യുർ വന്നത് ആദ്യത്തിന് വേറെ ഇതിന് മാറ്റം വരാൻ കാരണം ഇവിടെ ഖാത്തി ആയ ഒരു ദലീലുണ്ടായതുകൊണ്ട്. ഏതുപോലൊക്കെ നെസ് പോലെ നെസ് ഖാത്തി ആയ ഒരു ദലീൽ അതുണ്ടായത് കൊണ്ടാണ് ഇപ്പൊ മാറ്റം വന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ എന്നാ പിന്നെ ഉത്തരവാദിയാകും മുജ്തഹിദ്. കാരണം ഫഇന്നഹു യദ്മനുഹു, നിശ്ചയമായിട്ടും അയാള് ആദ്യത്തെ ഫത്വ കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിയാ. ഇവിടെ ഉത്തരവാദിയാവാൻ കാരണം തഫ്സീർ അയാൾ വീഴ്ച പ്രവർത്തിച്ചോടെ നെസ് ഉണ്ടെന്ന് പരിധി നോക്കണ്ടേ? അത് നോക്കാതെ അയാൾ പറഞ്ഞത്. ഇപ്പൊ നെസ് കിട്ടുകയും ചെയ്തു അയാൾക്ക്. അപ്പൊ അന്ന് അപ്പൊ നോക്കാതെ ഇപ്പൊ നോക്കിയിട്ട് കിട്ടിയാൽ പറ്റൂല, അത് അവിടെ കിട്ടേണ്ടതായിരുന്നു. അപ്പൊ ഇയാൾക്ക് ന്യൂനത സംഭവിച്ചു, തഫ്സീർ വീഴ്ച പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ഉത്തരവാദിയായത്. ആദ്യം പറഞ്ഞത് അവിടെ നെസ്സില്ല, ഖാത്തിയൊന്നുമില്ല, അത് ഗവേഷണം ചെയ്ത് കിട്ടിയതാ, അത് തന്നെ കിട്ടുക. പിന്നീട് മാറി, അതുകൊണ്ട് അവിടെ ഉത്തരവാദിയാവാത്ത ആൾ മഅദൂറാണ്. അവിടെ മസ്അലത്തുൻ, ഇഞ്ഞൊരു മസ്അല യജൂദു ജായിസാണ് അയ്യുഖാല, പറയപ്പെടല് മിൻ ഖിബലില്ലാഹി തആല, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറയപ്പെടുക. നബിയിൽ, ഒരു നബിയോട് അല്ലെങ്കിൽ ഒരു ആലിമിനോട്, അലാ ലിസാൻ നബിയിൻ, നബിയുടെ നാക്കിലൂടെ ഒരു ആലിമിനോട് പറയാ, അല്ലെങ്കിൽ അള്ളാന്റെ ഭാഗത്ത് നിന്ന് നബിയോട് പറയുക എന്ന്. ഉഹ്കും ബിമാ തശാഉ ഫിൽ വഖാഇ, സംഭവം ഓരോ സംഭവങ്ങളിലും മിൻ ഗൈരി ദലീൽ, ഒരു ലക്ഷ്യവുമില്ലാതെ താങ്കൾ ഉദ്ദേശിച്ചതെന്തോ അതുകൊണ്ട് വിധിച്ചോ എന്ന് പറയൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നബിയോടും ഉണ്ടാവാം, നബിയുടെ നാക്കിലൂടെയായിട്ടൊരു പണ്ഡിതനോടും പറയാൻ പറ്റുക എന്നുണ്ടാവും. ഫഹുവ, അങ്ങനെ വരുമ്പോൾ ആ വിധിച്ചാൽ അയാൾ എന്താണ്? യഥാർത്ഥക്കാരനാണ്. ഐ മുവാഫിഖുൽ ഹുക്മി, എന്റെ വിധിയോട് അവൻ യോജിച്ച ആളാണ്, അള്ളാന്റെ വിധിയെ. അതെങ്ങനെ? അയ്യുൽഹിമഹു, അള്ളാഹു തആല ആ വിധിയെ ഇയ്യാഹു അയാൾക്ക് ഇട്ടുകൊടുക്കുക, തോന്നിപ്പിച്ചു കൊടുക്കലുകൊണ്ട്. ഇതില്ലാ മാനിയ മിൻ ജവാസി ഹാദൽ ഖൗൽ, ഈ പറഞ്ഞ ഖൗലിവിടെ ജായിസാതിന് യാതൊരു തടസ്സമൊന്നുമില്ല. വയകൂനു ഹാദൽ ഖൗലു, ഈ പറഞ്ഞ ഖൗലാകും, അതായത് നബിയോട് പറയാ അള്ളാന്റെ ഭാഗത്തുനിന്ന്, നബിയുടെ നാക്കിലൂടെയായിട്ട് പണ്ഡിതരോട് പറയുക. അതിലുള്ളത് ഈ വാക്ക് മുദ്റക്കൻ ശർഈയ, ശർഈയായി എത്തിക്കപ്പെട്ട് മുദ്റക്കായി തന്നെ, ശർഈയായ നിലക്ക് തന്നെ ഇതിന് മനസ്സിലാക്കപ്പെട്ടതായി വരും. വൈസമ്മ, ഈ മുദ്റക്ക് ശർഈന് പറയുന്ന പേര് അത്തഫ്വീൽ, അത്തഫ്വീൽ എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ലിദ്ദലാലത്തിഹി അലൈഹി, അതിന്റെ മേല് അറിയിച്ചതിന് വേണ്ടി. ഇത് അറിയിച്ചു, തഫ്വീൽ എന്ന് പറയാൻ കാരണം അത് അറിയിച്ചു, അതിന്റെ മേലെ അറിയിച്ചു, അതുകൊണ്ട് തഫ്വീൽ ഏൽപ്പിച്ചതല്ലേ. അപ്പൊ ആ ഏൽപ്പിക്കൽ ഉണ്ടായത് കൊണ്ട് തഫ്വീൽ എന്ന് പറയാം.
വതറദ്ദദ ശാഫിഈ ഫീഹി, ഈ ഖൗലിൽ ഷാഫി ഇമാം എന്തായി തറദ്ദുദായിട്ടുണ്ട്. തറദ്ദുദായി എന്ന് വന്നപ്പോ ഖീല ഫിൽ ജവാസ്, ജവാസാണ് എന്നതിൽ പറയപ്പെട്ടു. വക്കീല പറയപ്പെട്ടു ഫിൽ വുഖൂഇ, അങ്ങനെ സംഭവിച്ചു എന്നതിലും പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ്. വനസബ ഇലൽ ജുംഹൂരി, ബഹുഭൂരിഭാഗം ആളിലേക്കും ഈ പറഞ്ഞതായിരിക്കുന്ന ഒരു സിബാത്ത് ചേർക്കപ്പെട്ടിട്ടുണ്ട് ജുംഹൂറിലേക്ക്. ഫഹസന മിൻ ദാലിക, അതിൽ നിന്നെന്തായെന്നറിയാമോ ഖിലാഫുൻ, അപ്പൊ ഖിലാഫുണ്ടായി. ഫിൽ ജവാസി ഫിൽ വുഖൂഇ അലാ തഖ്ദീർ ജവാസി, അങ്ങനെ പറ്റുമോ എന്ന കാര്യത്തിലും പറ്റുകയാണെന്ന് സങ്കല്പിച്ചാൽ അങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിലൊക്കെ തർക്കങ്ങൾ ഉണ്ടായിത്തീർന്നു. വഖാല ഇബ്നു സംആനി, ഇബ്നു സംആനി പറഞ്ഞു യജൂസു ലിൻ നബി ദൂനൽ ആലിമി, ആ പറഞ്ഞ വാക്ക് നബിക്കേ പറ്റൂ, പണ്ഡിതന് പറ്റൂല. കാരണം ലി അന്ന റുതുബത്തോ, നിശ്ചയമാടും പണ്ഡിതന്റെ ദറജ സ്ഥാനം ലാ തബിലോ, അത് എത്തുകയില്ല. ആ യുഖാലോ ദാലിക, ഉദ്ദേശിച്ചത് കൊണ്ട് നീ വിധിച്ചോ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിലേക്ക് പണ്ഡിതനെത്തൂല, നബി എത്തും, അത് നബിക്കേ പറ്റുള്ളൂ എന്ന് സംആനി പറയുന്നു. സുമ്മൽ മുഖ്താറോ ബഅദ ജവാസി, അങ്ങനെ പറ്റും കൈവകാന, എങ്ങനെയായാലും അത് നബിയായാലും പണ്ഡിതനായാലും ശരി, ആരുന്നുണ്ടായാലും അങ്ങനെ പറ്റും എന്ന് വന്നതിന് ശേഷം മുഖ്താറായ അഭിപ്രായം അന്നോ, നിശ്ചയമായിട്ടും അങ്ങനെ സംഭവം ലം യഖ്, സംഭവിച്ചിട്ടില്ല. നവജദമബി വഖൂഇ മൂസ ബിൻ ഇമ്രാൻ എന്ന് പറയുന്ന ആള് മുഅ്തസിലത്തിൽപ്പെട്ട ആളാണ്. ഇവിടെ മുഅ്തസിലത്ത് തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ മൂസ ബിൻ ഇമ്രാൻ മൂസാ നബി അലൈഹി സ്വലാം അത് തോന്നിപ്പോവും. അത് തോന്നാതിരിക്കാനാണ് മുഅ്തസിലത്ത് കൊടുത്തത്. അയാള് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. വസ്തദല്ല, എന്നിട്ട് അയാൾ എന്താ വസ്തനത, ആ ഒരു വാക്കിന് അയാൾ മുസ്തനദായി ചേർത്തിയത് ഇലാ ഹദീസ് സഹീഹൈനി, ബുഖാരി മുസ്ലിമിന്റെ ഹദീസിലേക്ക് അയാൾ മുസ്തനദായി ചേരുകയും ചെയ്തിട്ട് പറഞ്ഞു ലൗലാന സുഖാല ഉമ്മത്തി ലഅമർതു ബിസ്സിവാകി ഇൻദ കുല്ലി സലാം, എന്റെ സമുദായത്തിന്റെ മേൽ ഞാൻ ഭയപ്പെടില്ലായിരുന്നുവെങ്കിൽ എല്ലാ സമയത്തും മിസ്വാക്ക് ചെയ്തുകൊണ്ട് കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അയില ഔജബത്തുഹു അലൈഹി, ഞാൻ അവരുടെ മേൽ അത് നിർബന്ധമാക്കുമായിരുന്നു എന്ന്. വൈരാ ഹദീസ് മുസ്ലിമിൻ, ഇനി മുസ്ലിമിന്റെ ഹദീസിലേക്കും അയാൾ മുസ്തനദായി ചേർത്തിയാണ് തെളിവാക്കി പറയുന്നു. യാ അയ്യുഹന്നാസു ഖദ് ഫുരിള അലൈക്കുമുൽ ഹജ്ജു ഫഹുജ്ജു ഫഖാല റജുലുൻ അകുല്ല ആമി യാ റസൂലല്ലാഹ് ഫസകത ഹത്താ ഖാലഹാ സലാസൻ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോ ഖുൽതു നഅം ലവജബത് വലമസ്തതഅതും എന്ന് റസൂലുള്ള കൊടുത്ത മറുപടി ഉണ്ട് മുസ്ലിമിന്റെ ഹദീസ്. ജനങ്ങളെ, നിങ്ങളെ മേൽ ഹജ്ജ് ഫറളാക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഹജ്ജ് ചെയ്യുക. അവ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, ഈ പറഞ്ഞതായിരിക്കുന്ന കർമ്മം എല്ലാ വർഷവും ഉണ്ട് നബിയെന്ന. അത് നബി മറുപടി കൊടുത്തില്ല. 3 വട്ടം ഇയാൾ ചോദിച്ചപ്പോഴും നബി മറുപടി കൊടുത്തില്ല. 3ാമത്തെ വട്ടമായപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഞാനെങ്ങാനും നഅം എന്നെങ്ങാനും പറഞ്ഞാൽ അത് നിർബന്ധമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയും ഇല്ല. ഈ 2 ഹദീസൊന്നും മനസ്സിലാകണ്ട. അങ്ങനെ നബിത്തങ്ങൾക്ക് ഇജ്തിഹാദ് ഉണ്ടായിട്ടുണ്ടെന്നും നബിത്തങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് വിധിച്ചു എന്നല്ല വരിക. അങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തെളിവല്ലേ ഇത് എന്ന് മുഅ്തസിലത്തിൽപ്പെട്ടതായ മൂസ ബിൻ ഇമ്രാൻ എന്ന് പറയുന്ന തർപ്പിച്ചു പറഞ്ഞു. വറജുലു ഹാദാ, എന്നാൽ ഈ പറഞ്ഞ റജുലാരാ, ഈ ചോദ്യകർത്താവ് ആരാന്നറിയാമോ? ഹുവൽ അഖ്റ ബിൻ ഹാബിസ് ആണ്. ബഹുമാനപ്പെട്ടവരാണ് ആ ചോദ്യം നടത്തിയത്. കമാ ഫി റിവായത്തി അബീദാവൂദ് വൈരി, മറ്റുള്ളവരായ അബൂദാവൂദും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്തുള്ളതുപോലെ അഖ്റ ബിൻ ഹാബിസ് എന്നവരാണത്. എങ്കിൽ ഇതിന് മറുപടി കൊടുക്കണം. ഉജീബ, കൊടുത്തു മറുപടി ബി അന്നദാലിക, നിശ്ചയമായിട്ടും ആ സംഭവം ഈ 2 ഹദീസ് നിന്നും അത് സംഭവിച്ചു എന്ന് പറയുന്നത് ലാ യദുല്ലു അലൽ മുദ്ദഇ, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾക്ക് ആളെ വേണ്ടത് ലക്ഷ്യമേ അല്ല ആ 2 ഹദീസും. കാരണം ജവാസി അൻ യകൂന ഖുയ്യിറ ഫീഹി, ആ ഒരു വിഷയത്തിൽ എന്താക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തഖയ്യിർ നൽകപ്പെട്ടു എന്ന് വരാലോ. ഐ ഖുയ്യിറ ഫീ ഈജാബി സിവാകി വ അദമിഹി, മിസ്വാക്ക് നിർബന്ധമാക്കുക നിർബന്ധമാക്കാതിരിക്കുക എന്ന വിഷയത്തിൽ തഖയ്യിർ നൽകപ്പെട്ടു എന്നയിക്കൂടെ. ഓ തഖ്യീർ ഹജ്ജി വ അദമി, ഹജ്ജ് ആവർത്തിക്കുക ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതും അവിടെ കാര്യത്തിൽ തഖ്യീർ നൽകപ്പെട്ടിട്ടുണ്ട് എന്നയിക്കൂടെ. അല്ലെങ്കിൽ യകൂനദാലിക്കൽ മഖൂൽ, അല്ലെങ്കിൽ ആ പറയപ്പെട്ട വാക്കുണ്ടല്ലോ ആ വാക്ക് ബിവഹയ്യിൻ, അത് വഹയ്യായിക്കൂടെ. ലാ മിൻ ദിൽഖായി നഫ്സി, സ്വന്തം നഫ്സിനും സ്വന്തം അഭിപ്രായമല്ലല്ലോ. ഇങ്ങനെയും വരായി 2 അഭിപ്രായം വെച്ച് നോക്കുമ്പോ അങ്ങനെ സംഭവിച്ചു എന്ന് ഈ ഹദീസോട് കിട്ടൂല. അത് സുന്നിയാക്കൾ പൊളിച്ചു, അങ്ങനെ പറയാനുള്ളത്.
ഒരു കാര്യത്തെ ബന്ധിപ്പിക്കുക ബിഖ്തിയാരിൽ മഅ്മൂരി അംറ് കാര്യത്തല്ല അംറ് എന്ന് പറയുന്നതിനെ ബന്ധിപ്പിക്കുക എന്തിനോട് എന്തൊന്നുകൊണ്ടാണോ കൽപ്പിക്കപ്പെട്ടതെങ്കിൽ ആ കൽപ്പിക്കപ്പെട്ടതിനെ തെരഞ്ഞെടുക്കുമ്പോൾ അതിനോട് ആ അംറ് ആ കൽപ്പനയെ ബന്ധിപ്പിക്കുക എന്നതിലുണ്ട്. ഉദാഹരണമായി കൽക്കഥ ഇൻഷിഅത്ത എന്നാ ഇന്നതൊക്കെ നീ ചെയ്തോ നിനക്ക് നീ ഉദ്ദേശിച്ചെങ്കിൽ എന്ന ഇവിടെ ഇൻഷിഅത്ത എന്നുള്ളത് ഖിയാറാണ്. ഐ ഫഅലഹു അതിനവൻ ചെയ്തു, അങ്ങനെ അവൻ ചെയ്തു. ഇങ്ങനെ വരുമ്പോൾ ഇഫ്അൽ എന്ന് പറയുന്ന അംറിനെ കൽപ്പിക്കപ്പെട്ടതായ പ്രവൃത്തിയുമായി തെരഞ്ഞെടുത്തു. അങ്ങനെ ഇഖ്തിയാർ ചെയ്തതിനെ തെരഞ്ഞെടുത്തപ്പോ ആ ഇഖ്തിയാർ കൊണ്ട് ആണ് അംറിനെ ബന്ധിപ്പിച്ചത്. അപ്പൊ ഇൻഷിഅത്ത ഇഖ്തിയാറാണ്. അതുമായി ഇഫ്അൽ എന്നതിനെ ബന്ധിപ്പിക്കുമ്പോൾ എന്തുണ്ട്? തറദ്ദുദ്, അതിലിടയാട്ടമുണ്ട്. ഇതാ പറയപ്പെടുന്നു ലാ യജൂസു അങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റൂല എന്ന. എന്തുകൊണ്ട്? ലിമാ ബൈന ത്വലബിൽ ഫിഅലി വത്തഖയ്യിരി ഫീഹി ഒരു പ്രവൃത്തിയെ എന്താവുക എന്ന് പറയുമ്പോൾ ചെയ്യാൻ പറയുക എന്നതിന്റെ ഇടയിലും എന്നിട്ട് അതിൽ പിന്നെ തഖയ്യിർ കൊടുക്കുക എന്നതിന്റെ ഇടയിലുമുള്ള ഒന്നിന് വേണ്ടി ആ എന്താ തനാഫി അത് എതിരല്ലേ? ഒരു കാര്യം ചെയ്യാൻ ആദ്യം പറയാം, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ ചെയ്തോന്നും പറയാം. അപ്പൊ എതിരല്ലേ? അപ്പൊ പറ്റൂല. വല്ലാഹിറു എന്നാൽ ഇത് മനസ്സിലാവുന്ന ജവാസ് പറ്റുമെന്ന. പിന്നെ തഖയ്യിർ കൊടുത്തത് ഖരീനത്തുൻ അതൊരു അടയാളമാണ്. അലാ അന്ന ത്വലബ നിശ്ചയമായിട്ട് ഇവിടെ തേടുന്നത് വയറു ജാസിമിൻ അത് ഉറപ്പിക്കാത്തതാട്ടോ എന്ന്. ഉറപ്പിക്കാത്ത വിധത്തിലാണ് തേടിയതെന്ന് അറിയിക്കാനാണ്. അപ്പോ അന്ന ത്വലബ നിശ്ചയമായിട്ട് ഇവിടെ ചെയ്തോ എന്ന് പറഞ്ഞ ത്വലബ് വയറു ജാസിമിൻ അത് ഉറപ്പില്ലാത്തതാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്നതല്ലേ തഖയ്യിർ. വഖദ് റവൽ ബുഖാരിയു എത്തരത്തിൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല പറഞ്ഞു സല്ലു നിസ്കരിക്കുക ഖബ്റൽ മഗ്രിബി മഗ്രിബ് സംസ്കാരത്തിന്റെ നിസ്കരിച്ചോളി. ഖാല വിസാലസത്തി എന്നിട്ട് മൂന്നാമത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലിമൻ ഷാ ഉദ്ദേശിക്കുക എന്ന ഐ റക്അതൈനി കമാ മർറ ബി റിവായത്തി അബീ ദാവൂദ അബൂദാവൂദ് എന്നിവർ റിപ്പോർട്ടിന് മുമ്പ് പറഞ്ഞതുപോലെ 2 റക്അത്ത് നിസ്കരിച്ചോളി എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഈ രണ്ട് മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കൂ എന്ന് നബി തങ്ങൾ പറഞ്ഞു. മൂന്നാമത്തിൽ പറഞ്ഞു ലിമൻ ഷാ ഉദ്ദേശിക്കുക. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശം? ആദ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ടാമത് അവിടെ തഖയ്യിർ കൊടുത്തു ലിമൻ ഷാ. ആ തഖയ്യിറോട് മനസ്സിലാക്കാം അത് ജാസിമല്ല പറഞ്ഞത് എന്നാക്കിക്കൂടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇതുവരെ എത്തിച്ചു. അപ്പൊ ഇജ്തിഹാദ് കഴിഞ്ഞു അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്. ഇനി നമുക്ക് തഖ്ലീദിന്റെ പരിപാടി എന്താ? തഖ്ലീദ് ആരൊക്കെ തഖ്ലീദ് ചെയ്യാം എന്നൊക്കെ മനസ്സിലാക്കണല്ലോ. അപ്പൊ ഇനി മുഖല്ലിദും തഖ്ലീദിനെ കുറിച്ചുമാണ് നമുക്ക് ചർച്ച. നാളെ ഇൻഷാ അല്ലാഹ് ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദീർഘായുസ്സിനും ആഫിയത്തിനൊക്കെ പ്രാർത്ഥിക്കുക. എല്ലാ നല്ല കാര്യങ്ങളും മുറാദിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഹാസിലാവാൻ വേണ്ടി അള്ളാഹു ഖൈറാക്കി തരട്ടെ. നമ്മെ ഇരുലോകത്തും വിജയിപ്പിക്കട്ടെ. ഇൽമാകുന്ന ഈ പ്രഭ എന്നെന്നും അള്ളാഹു തആല സ്വയം ചൊരിഞ്ഞു കിട്ടുവാനും അതേ പ്രഭ മറ്റുള്ളവർക്ക് നൽകി പ്രകാശമേകുവാനും അള്ളാഹു തൗഫീഖ് നൽകി കനിഞ്ഞേകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.